ഇന്ന് ഞാനല്ലയോ നിങ്ങൾക്ക് ഒരു വിൻകയുടെ വേറൊരു കളർ കാണിക്കുക. അത് ഞാൻ 2 പൂ വെച്ച് ഞാൻ യോജിപ്പിച്ച് ഒരു പുതിയ കളർ റെഡിയാക്കി. അപ്പോൾ ആ കളർ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇതാ എൻ്റെ പുതിയത് കളർ ഞാൻ റെഡിയാക്കിയത്. അപ്പം എൻ്റെ കയ്യിൽ ഈ കളറും ഉണ്ടായിരുന്നു, പിന്നെ വെള്ള. അപ്പോൾ എന്തെടുത്തു, ഈ വെള്ളയുടെ പരാഗ് ഇത് കണ്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പരാഗ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പതുക്കെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടും. അത് നിങ്ങൾ മൊത്തം ഫ്ലവർ ഒന്നും കട്ട് ചെയ്യേണ്ട, ഇച്ചിരി മുകളിൽ നിന്ന് ഇച്ചിരി കട്ട് ചെയ്താൽ മതി. അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ ഈ വെള്ളയുടെ പരാഗിട്ടാൽ മതി. പിന്നെ അത് മെച്യൂർ ആകുമ്പോൾ, ആ സീഡ്സ് മെച്യൂർ ആകുമ്പോൾ സീഡ്സ് വരെ അത് നിങ്ങൾ അടയാളം ഇട്ട് വെക്കണം. ഏത് നിങ്ങൾ പൂവിൻ്റെ ചെയ്തതാണ് അത് അടയാളം ചെയ്ത് വച്ചാലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. പിന്നെ അത് സീഡ്സിൽ കൺവേർട്ട് ആവും. ഇത് തന്നെ സെയിം പ്രോസസ്സ് ഞാൻ ഇതിന് വെള്ളലും ചെയ്യും. അപ്പം ഈ ചിലപ്പം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അതുകൊണ്ട് രണ്ടത്തിനകത്ത് അടയാളം വച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ സീഡ്സ് മെച്യൂറായി കഴിഞ്ഞ ശേഷം പിന്നെ ആ സീഡ്സ് എടുത്ത് ഞാൻ ഒരു ഗ്രോ ബാഗിൽ അതിനകത്ത് ഞാൻ ഇട്ടു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം ഇപ്പം ഞാൻ ഇതിൻ്റെയും അതുപോലെ ചെയ്യാൻ പോവുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് വേറെ ഒരു ഡാർക്ക് റാണി കളറുണ്ട്. ആ കളർ വച്ചും ഞാൻ ഇതിനകത്ത് ചെയ്യും. അപ്പം നോക്കട്ടെ ഏത് കളറാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇത് ഒരു ഇതില്ല, ഹാർഡൊന്നും ഇല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ പ്രൊപ്പഗേറ്റ് ഇങ്ങനെ ചെയ്യാം. അപ്പം നല്ല റിസൾട്ട് കിട്ടും, നല്ല കളറും കിട്ടും. പിന്നെ ഇത് നമ്മുടെ നാടനല്ലയോ, അപ്പോൾ ഇത് നല്ല നമുക്ക് നാടനായിട്ട് ഒത്തിരി കളർ കിട്ടും. പിന്നെ ഇത് ഇച്ചിരി ഹാർഡിയാണ്, നമ്മുടെ വേറെ ഹൈബ്രിഡിൻ്റെ ഒന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അത് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു വട്ടം നിങ്ങൾ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച്.